ഉദയസൂര്യന്റെ പോരാട്ടങ്ങൾ. ഒരിക്കൽ കിഴക്കൻ കടലുകൾക്കപ്പുറം ഉദയസൂര്യന്റെ നാടായ ജപ്പാൻ എന്നൊരു ദ്വീപുണ്ടായിരുന്നു. ശാന്തമായൊരു സാമന്തരാജ്യമായിരുന്ന ജപ്പാൻ പതിയെ ശക്തിയാർജിച്ചു. 7-ാം നൂറ്റാണ്ടിൽ കൊറിയൻ ഉപദ്വീപിലെ യുദ്ധങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് അവർ തങ്ങളുടെ പോരാട്ടവീര്യം തെളിയിച്ചു. പിന്നീട് ടൊയോട്ടോമി ഹിഡയോഷിയുടെ നേതൃത്വത്തിൽ കൊറിയയെ ആക്രമിച്ചുകൊണ്ട് അവർ തങ്ങളുടെ സാമ്രാജ്യത്വമോഹങ്ങൾ വെളിപ്പെടുത്തി. ശക്തിയുടെ വളർച്ച. 1868-ൽ മീജി പുനഃസ്ഥാപനത്തോടെ ജപ്പാൻ ഒരു ആധുനിക രാഷ്ട്രമായി മാറി. സാങ്കേതികവിദ്യയിലും സൈനിക ശക്തിയിലും അവർ അതിവേഗം മുന്നേറി. 1894 മുതൽ 95 വരെ ചൈനയുമായുള്ള യുദ്ധത്തിൽ അവർ വിജയം നേടി. 1904 മുതൽ 05 വരെ റഷ്യയെ തോൽപ്പിച്ച് കിഴക്കനേഷ്യയിലെ ശക്തരായ സാമ്രാജ്യമായി അവർ മാറി. ഒന്നാം ലോകമഹായുദ്ധത്തിൽ സഖ്യകക്ഷികളുടെ ഭാഗമായി ജർമ്മനിക്കെതിരെ പോരാടി. യുദ്ധത്തിന്റെ കരിനിഴൽ. ജപ്പാന്റെ സാമ്രാജ്യത്വ മോഹങ്ങൾ അവരെ രണ്ടാം ലോകമഹായുദ്ധത്തിലേക്ക് നയിച്ചു. 1931-ൽ മഞ്ചൂറിയ ആക്രമിച്ചുകൊണ്ട് അവർ തങ്ങളുടെ ആക്രമണ പരമ്പര ആരംഭിച്ചു. 1937-ൽ ചൈനയെ ആക്രമിച്ചു. 1941-ൽ പേൾ ഹാർബർ ആക്രമിച്ചുകൊണ്ട് അവർ അമേരിക്കയുമായി യുദ്ധം പ്രഖ്യാപിച്ചു. ദുരന്തത്തിന്റെ നാളുകൾ. പേൾ ഹാർബർ ആക്രമണം ജാപ്പനീസ് ചരിത്രത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു. ജപ്പാൻ ശക്തമായ മുന്നേറ്റം നടത്തിയെങ്കിലും സഖ്യകക്ഷികളുടെ ശക്തമായ തിരിച്ചടിയിൽ അവർ പരാജയപ്പെട്ടു. 1945-ൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബാക്രമണമുണ്ടായി. ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു. ജപ്പാൻ സഖ്യകക്ഷികൾക്ക് കീഴടങ്ങി. പുതിയൊരു യുഗം. യുദ്ധാനന്തരം ജപ്പാൻ ഒരു പുതിയ പാതയിലേക്ക് കടന്നു. അവർ ജനാധിപത്യം സ്വീകരിച്ചു. സമാധാനപരമായ വിദേശനയം പിന്തുടർന്നു. സാങ്കേതികവിദ്യയിലും വ്യവസായത്തിലും അവർ അതിവേഗം വളർന്നു. ഇന്ന് ജപ്പാൻ ലോകത്തിലെ പ്രധാന സാമ്പത്തിക ശക്തികളിലൊന്നാണ്. ജപ്പാന്റെ യുദ്ധചരിത്രം ഒരുപാട് ഉയർച്ച താഴ്ചകൾ നിറഞ്ഞതാണ്. സാമന്തരാജ്യത്തിൽ നിന്ന് സാമ്രാജ്യത്തിലേക്കും അവിടെ നിന്ന് ദുരന്തത്തിലേക്കും പിന്നീട് സമാധാനത്തിലേക്കും വളർന്ന ഒരു രാജ്യത്തിന്റെ കഥയാണിത്.